നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഒരു പുതിയ പരിപാടി വന്നിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾ പോയി ചാടരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രിയിൽ പോകാൻ വേണ്ടി നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് 30,000 40,000 കൊടുത്ത് ഒരു വർക്ക് പെർമിറ്റ് എടുക്കുന്നുണ്ട് എങ്കിൽ ആ വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ അതിനകത്തുള്ള മെയിലിലോ അതിനകത്തുള്ള ഫോൺ നമ്പറിലോ വിളിച്ച് അത് കൃത്യമാണോ, എവിടെയാണ് എൻ്റെ കമ്പനി കാര്യങ്ങൾ എന്നൊക്കെ തിരക്കാനുള്ളത് അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതായത് പൈസ കൊടുത്ത് ഈ വർക്ക് പെർമിറ്റ് മേടിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് എടുത്ത് തരുന്നവർ നിങ്ങളോട് പറയുവാണ് ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്കാണ്. ഒരു കാരണവശാലും നിങ്ങളാരും അങ്ങനെയുള്ള ട്രാപ്പിൽ പോയി ചാടരുത്. പൈസ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടുക. ഏത് കമ്പനിയാണോ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്, ആ കമ്പനി നിങ്ങൾക്ക് അത് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം നിങ്ങളെ ആ കമ്പനിക്ക് ജോലിക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. ആ കമ്പനിയിൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിലും അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് വിളിച്ച് തിരക്കുന്നത് കൊണ്ട് ഒരു ഫേക്ക് അല്ലാത്ത ഒരു കമ്പനിയുടെ വർക്ക് പെർമിറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിച്ച് തിരക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വിളിച്ച് തിരക്കുക. അങ്ങനെയുള്ള കേസുകൾക്ക് മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാത്രം നിങ്ങൾ പോയി സമീപിച്ച് അങ്ങനെയുള്ളവരുമായിട്ട് മാത്രം ഡീൽ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇതെല്ലാവരിലോട്ടൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ആരും പോയി അബദ്ധത്തിൽ ചാടാതിരിക്കുക.